ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി.വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മള് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നോക്കിയിരുന്ന സെൽ ദ യൂണിറ്റ് ഓഫ് ദ ലൈഫ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിൽ ബേസിക് ആയിട്ട് സെൽ എന്താന്ന് നോക്കി, സെൽ തിയറീസ് കണ്ടു, പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചേഴ്സ് കണ്ടു, യൂകാരിയോട്ടിക് സെൽസ് സ്റ്റാർട്ട് ചെയ്തു, സെൽ മെംബ്രെയിൻ കണ്ടു, എൻഡോമെംബ്രെയിൻ സിസ്റ്റം കണ്ടു, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പ്ലാസ്റ്റിഡ്, റൈബോസോം, ഇതെല്ലാം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നപ്പോൾ ചെറിയൊരു ടോപ്പിക്കേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം. അതാണ് സൈറ്റോസ്കെൽറ്റൻ സിസ്റ്റം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ നോക്കിയിരുന്നത് എന്തൊക്കെയായിരുന്നു? നമ്മൾ റൈബോസോമിലല്ലേ നിർത്തിയേ? അതെ, റൈബോസോം പറഞ്ഞു, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു, പിന്നെ മൈറ്റോകോൺഡ്രിയ പറഞ്ഞു, ലൈസോസോം, വാക്യൂൾസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സൈറ്റോസ്കെൽറ്റൻ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാം. സൈറ്റോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂകാരിയോട്ടിക് സെല്ലില് ഒരു ഫൈബ്രസ് പ്രോട്ടീൻ എലിമെന്റ്സ് ഉണ്ട്. അതാണ് ഈ ഓരോ മെംബ്രെയിൻ ഉണ്ടാക്കുന്നത്. ആ മെംബ്രെയിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സ് ആണ് സൈറ്റോസ്കെൽറ്റൻ സിസ്റ്റം. ഇതിന് സൈറ്റോസ്കെൽറ്റൻ സിസ്റ്റം എന്താ 3 ടൈപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ മൈക്രോട്യൂബ്യൂൾസ് ആണ്. മൈക്രോട്യൂബ്യൂൾസ്, പിന്നെ നമ്മളുടെ മൈക്രോഫിലമെന്റ്, പിന്നെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്. അപ്പോ സൈറ്റോസ്കെൽറ്റൻ ആദ്യത്തെ എന്താ? മൈക്രോട്യൂബ്യൂൾസ്. പിന്നെന്താ? മൈക്രോഫിലമെന്റ്. പിന്നെ ഉള്ളതാണ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. അപ്പൊ നമുക്കിത് ഓരോന്ന് നോക്കാം. അപ്പോ ഫസ്റ്റ് നമുക്ക് മൈക്രോട്യൂബ്യൂൾസ് നോക്കാം. മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് അത് ഈ ആക്സോൺ ഇല്ലേ, നമ്മളുടെ നെർവ് ഫൈബേഴ്സിന്റെ ആ ടെയിൽ എൻഡ് നീളമുള്ള പാർട്ട് ആക്സോണിലാണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് ഡി റോബർട്ടീസ് ആൻഡ് ഫ്രാഞ്ചി. അപ്പോ ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഡി റോബർട്ടീസ് and Franchi in the axons of medullated nerve fibers. അങ്ങനെയാണ് ഇവര് ന്യൂറോട്യൂബ്യൂൾസ് എന്നാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. ഈ മൈക്രോട്യൂബ്യൂൾസിന്റെ ഭയങ്കര മൈന്യൂട്ട് സ്ട്രക്ചർ ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ഈ സീലിയയില് കാണാം. യൂകാരിയോട്ടിക് സെല്ലുള്ള സീലിയ അല്ലെങ്കിൽ ഫ്ലെജല്ല, ബേസൽ ബോഡി, സെൻട്രിയോൾസ്, ഇതിലൊക്കെയാണ് അവർ കാണുന്നത്. ഫൗണ്ട് predominantly in eukaryotic cellular structures like cilia, flagella, സെൻട്രിയോൾസ് എക്സെട്ര. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻ എന്താ? ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് എന്നത് ഈ സൈറ്റോസ്കെൽറ്റത്തിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഇവർ എന്ത് ചെയ്യും? സെൽ ഷേപ്പിനും മെക്കാനിക്കൽ സപ്പോർട്ടിനും സഹായിക്കും. സെൽ ഷേപ്പ് ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. പിന്നെ മൈക്രോട്യൂബ്യൂൾസ് ഓഫ് സിലിയ ആൻഡ് ഫ്ലെജല്ല എന്താ? ഹെൽപ്പ് ഇൻ എന്താ? ലോക്കോമോഷനും ഫീഡിങ്. പിന്നെ മൈക്രോട്യൂബ്യൂൾസ് എന്താ? ഈ ആസ്റ്റേഴ്സും സ്പിൻഡിൽ ഫൈബേഴ്സ് ഓഫ് മൈറ്റോട്ടിക് അപ്പാരറ്റസിലും കാണും. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോട്യൂബ്യൂൾസ് കണ്ടു. മൈക്രോട്യൂബ്യൂൾസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത ആരാ? ഡി റോബർട്ടീസ് ആൻഡ് ഫ്രാഞ്ചി ആണ്, മെഡുലേറ്റഡ് നെർവ് ഫൈബേഴ്സിൽ. പിന്നെ ഇത് യൂകാരിയോട്ടിക് സ്ട്രക്ചേഴ്സ് ആയ സീലിയ, ഫ്ലെജല്ല, ബേസൽ ബോഡി എല്ലാത്തിനും കാണും. പിന്നെ ഇവരുടെ ഫങ്ഷൻസ് എന്താ? സെൽ ഷേപ്പ്, മെക്കാനിക്കൽ സപ്പോർട്ട്, പിന്നെ ലോക്കോമോഷൻ, ഫീഡിങ്. പിന്നെ ഈ എന്താ പറയാ, സെൽ ഡിവിഷന്റെ സമയത്ത് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ പോൾസ്, ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യും. അതാണ് മൈക്രോട്യൂബ്യൂൾസിന്റെ ഫങ്ഷൻ. ഇനി അടുത്ത ടൈപ്പ് സൈറ്റോസ്കെൽറ്റൻ ആണ് മൈക്രോഫിലമെന്റ്. മൈക്രോഫിലമെന്റ് ഒരു പെൽവീസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ഇത് മൈക്രോസ്കോപ്പിക് ആണ്. ഈ നീളം കൂടി സിലിണ്ടറിക്കൽ, ഈ നോൺ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ആണ്. നോൺ കോൺട്രാക്ടൈൽ ആണെങ്കിൽ ഇതിനെന്തായിരിക്കും? മൂവ്മെന്റ് ഇല്ല. പക്ഷെ അവര് കാണുന്ന ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സിലായി നമ്മളുടെ മൈക്രോവില്ല, അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ്,
മൈക്രോവില്ലയിലാവുമ്പോൾ എബ്സോർപ്ഷൻ സഹായിക്കും. പക്ഷെ ഇത് പ്രോക്യാരിയോട്സിൽ ആബ്സെന്റ് ആണ്. ഇത് മെയിൻലി എന്താ ആക്റ്റിൻ ഫിലമെന്റ് ഇല്ലേ, ആക്റ്റിൻ പ്രോട്ടീൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോ നമുക്ക് മൈക്രോ ഫിലമെന്റ് നോക്കാം. ഡിസ്കവേർഡ് ബൈ കാൽവീസ്. ഇത് മൈക്രോസ്കോപ്പിക് long, narrow, cylindrical, non-contractile proteins ആണ് ഫൗണ്ട് ഇൻ യൂക്കാരിയോട്സ്. ഇനി ഇവരെന്തിലൊക്കെ കാണും? നമ്മളുടെ മൈക്രോവില്ലായി അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്താ? ഇത് ഈ സെൽ ഷേപ്പ്, മോട്ടിലിറ്റി, ഡിവിഷനെ സഹായിക്കും. പിന്നെന്താ, ഈ പാർട്ടിക്കിൾസില് ഓരോ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ടുവേർഡ്സ് ദം അലോങ് ദ സെൽ. ഈ വില്ലയൊക്കെ ഉള്ളതുകൊണ്ട് പാർട്ടിക്കിൾസ് ആ സെല്ലിലേക്ക് തന്നെ എത്തിക്കാൻ അവർ സഹായിക്കും. പിന്നെന്താ, ഇവര് ഈ ബ്രിങ് അബൌട്ട് ഡയറക്റ്റഡ് മൂവ്മെന്റ്സ് ആണ്. ഡയറക്റ്റഡ് മൂവ്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഓർഗനൽസ് അലോങ് ദം ഇൻ ദ സെൽ. ഇതാണ് മൈക്രോഫിലമെന്റ്. ഇനിയുള്ള എന്താ, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്. ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് എന്താ? ഇത് മെയിൻലി എന്താ, ഈ RBC സൈറ്റോപ്ലാസിൽ ഈ സപ്പോർട്ടീവ് ആയിട്ടുള്ള എലിമെന്റ്. ഇന്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ സപ്പോർട്ടീവ് മാത്രമാണ്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് എലിമെന്റ്സ് ആണ് ഇവര്. പിന്നെ ഇത് എന്താ, കുറച്ചും കൂടി വലുതാണ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് മൈക്രോ ഫിലമെന്റ്സിനേക്കാളും. ഇത് സോളിഡ് ആണ്, അൺബ്രാഞ്ച് ആണ്, നോൺ മൊട്ടൈൽ ആണ്. ഈ നോൺ മൊട്ടൈൽ കൊണ്ട് ഇത് എന്താ, ഈ സ്ട്രക്ചറൽ പ്രോട്ടീൻസിലാണ് കാണാം. അതായത് കെരാറ്റിൻ, ഡെസ്മിൻ അല്ലെങ്കിൽ വിമെന്റിൻ. മനസ്സിലായല്ലോ? ഓക്കെ. Intermediate filaments എന്താ, സപ്പോർട്ടീവ് എലിമെന്റ്സ് ആണ്. The cytoplasm of eukaryotic cells. പിന്നെ ഇതെന്താ, ഈ സോളിഡ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. മെയിൻലി എന്താ, നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ് ഉണ്ടാക്കുന്നത്. കെരാറ്റിൻ, ഡെസ്മിൻ ആൻഡ് വിമെന്റിൻ. ഓക്കെ. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്താന്ന് പറയാം. ഇവരെന്താ, ഇത് സപ്പോർട്ടാണ്. എന്നുവെച്ചാൽ ഈ കെരാറ്റിനും ഡെസ്മിനും എന്താ, സപ്പോർട്ടീവ് പ്രോട്ടീൻസ് അല്ലേ. അപ്പൊ ഈ സൈറ്റോസ്കെൽറ്റന്റെ ആ പാർട്ട് ഫോം ചെയ്യും. എന്താ, ഈ സൈറ്റോസോളിന്റെയും സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ പല ടൈപ്പ് സൈറ്റോസ്കെൽറ്റൻ സിസ്റ്റം. മൈക്രോട്യൂബ്യൂൾസ്, മൈക്രോഫിലമെന്റ്, പിന്നെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലിയും ഫ്ലെജെല്ലും ഒന്ന് പഠിക്കാം. ഓക്കെ. അതിന് സിലിയും ഫ്ലെജെല്ലയും പഠിക്കുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ഡിഫറൻസസ് എഴുതി കാണിച്ചു തരാം. സിലിയ ആൻഡ് ഫ്ലെജെല്ലയുടെ ഡിഫറൻസസ്. സിലിയ, ഫ്ലെജെല്ല. സിലിയ ചെറുതാണ്, സ്മോൾ. എന്താ, ഫ്ലെജെല്ല എന്താ, ലോങ് ആണ്. കൂടുതൽ എണ്ണം എന്താ, ചെറുതായതുകൊണ്ട് കൂടുതൽ എണ്ണം ഉള്ളത് നമ്മളെ സിലിയാണ്. മോർ ഇൻ നമ്പർ. ഫ്ലെജെല്ല ഫ്യൂ ഇൻ നമ്പർ. സിലിയ എന്നൊരു കോർഡിനേറ്റഡ് മാനറിലെ ബീറ്റ് ചെയ്യാം. ഇതോ ഇൻഡിപെൻഡന്റ്ലി ബീറ്റ് ചെയ്യും. ഇവരെന്താ, ദേ ടേക്ക് പാർട്ട് ഇൻ ലോക്കോമോഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്. ഫ്ലെജെല്ല എന്താ, ലോക്കോമോഷന് മാത്രം സഹായിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് NCERT വായിക്കാം. സൈറ്റോസ്കെൽറ്റൻ. അപ്പൊ സൈറ്റോസ്കെൽറ്റൻ എന്താ, അത് ഇലാബറേറ്റ് നെറ്റ്വർക്ക് ആണ് ഫിലമെന്റസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സിന്റെ, കൺസിസ്റ്റിംഗ് ഓഫ് എന്താ, മൈക്രോട്യൂബ്യൂൾസ്, മൈക്രോഫിലമെന്റ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. അതിനെയാണ് സൈറ്റോപ്ലാസത്തിൽ കളക്റ്റീവ്ലി റെഫേർഡ് എന്താ, സൈറ്റോസ്കെലിറ്റൻ. ഇനി സൈറ്റോസ്കെലിറ്റൻ എന്താ, ഒരു പല ഫങ്ഷൻസ് ഉണ്ട് സൈറ്റോസ്കെലിറ്റൻ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ട് ആവാം, മോട്ടിലിറ്റി ആവാം, അല്ലെങ്കിൽ ഷേപ്പ് മെയിൻ്റെനൻസ് ആവും സെല്ലിന്റെ. അപ്പൊ ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മൈക്രോട്യൂബ്യൂൾസ്, മൈക്രോഫിലമെന്റ്സ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് പറഞ്ഞു തന്നുണ്ട്. അത് NCERT ഈ പുതിയ എഡിഷനിൽ ഇല്ല. അപ്പോ ഞാൻ എക്സ്ട്രാ നോട്ട്സ് ആയി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇനി സിലിയം ഫ്ലെജെല്ല എന്താ, സിലിയം ഫ്ലെജെല്ല ഹെയർ ലൈക്ക് ഗ്രോത്ത്, എന്നുവെച്ചാൽ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ആണ് സെൽ മെംബ്രെയിനിന്റെ. ഇതില് സിലിയാണ്, ചെറുതാണ്, പക്ഷെ കൂടുതൽ എണ്ണ ഉണ്ടാവും. അതെന്താ, ഈ നമ്മളുടെ ഓട്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോ തുഴയില്ലേ, ആ തുഴയണ സാധനം എന്താ, ആ വെള്ളം നമ്മളുടെ
അടുത്തേക്കും ആക്കും പുറത്തേക്കും കളയും. അപ്പൊ അതിനെയാണ് ഓസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, ഈ സെല്ലിന്റെ എന്താ പറയാ ചുറ്റും ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് സെല്ലിന്റെ ടുവേർഡ്സ് അല്ലെങ്കിൽ സെല്ലിന്റെ പുറത്തേക്ക് ആക്കും. ഇനി ഫ്ലെജല്ല എന്താ, അവര് കമ്പാരിറ്റീവ്ലി ലോങ്ങറാ. അപ്പൊ ലോങ്ങർ ആയതുകൊണ്ട് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താ, സെൽ മൂവ്മെന്റ് ആണ്. പിന്നെ പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയയും ഫ്ലെജല്ല ഉണ്ടെന്നാണ്, പക്ഷെ അവരെന്താ സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ് ഫ്രം യൂക്കാരിയോട്ടിക് ഫ്ലെജല്ല. ഇനി നമ്മളിപ്പോ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ചെയ്യാണ് സിലിയും ഫ്ലെജല്ലയും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും, സിലിയും ഫ്ലെജല്ലയും എന്താ പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് കവർ ആയിട്ട് ആദ്യം. ഇനി അവരുടെ ഏറ്റവും കോറ് നടുവിൽ ഒരു ആക്സോണിയം ഉണ്ട്, അതിന്നാണ് ഈ മൈക്രോട്യൂബ്യൂൾസ് റൺ ചെയ്യുന്നത്. ആക്സോണിയം എന്താ, ആക്സോണിയം എന്ന് പറയുന്നത് ആക്സോണിയമിൽ 9 ഡബ്ലറ്റ്സ് എന്താ റേഡിയലി അറേഞ്ച് പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ് എന്ന് വെച്ചാൽ ദേ ഇതില് 9 ഡബ്ലറ്റ്സ് കണ്ടോ, 1 2 3 4 5 6 7 8 9. മനസ്സിലായോ? ഈ ഡയഗ്രം ബി എന്ന് പറഞ്ഞ ഡയഗ്രത്തില് 1 2 3 4 5 6 7 9 അറേഞ്ച്മെന്റിനെയാണ് 9+2 അറേഞ്ച്മെന്റ്. സെന്ററിൽ 2 എണ്ണം ചുറ്റും 9 ഉള്ളതിനെയാണ്, അതിന്റെ അറേഞ്ച്മെന്റ് ആണ് എന്താ പറയാ 9+2 അറേഞ്ച്മെന്റ്. ഇപ്പൊ സെൻട്രൽ ട്യൂബ്യൂൾസ് എന്താ കണക്റ്റഡ് ബൈ ബ്രിഡ്ജസും ആണ്. അതിനെ ഒരു സെൻട്രൽ ഷീത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് കണക്റ്റഡ് ടു വൺ ഓഫ് ദ ട്യൂബ്യൂൾസ് ഓഫ് ഈച്ച് പെരിഫറൽ ഡബ്ലറ്റ്സ് ബൈ റേഡിയൽ സ്പോക്ക്. അപ്പൊ അത് കാരണം എന്താ ഇവർ 9 റേഡിയൽ സ്പോക്സ് ഉണ്ടാവും. പെരിഫറൽ ഡബ്ലറ്റ്സിന് എന്താ ഈ ലിങ്കേഴ്സ് വഴി ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു സിലിയും ഫ്ലെജല്ലയുടെ ബേസൽ സ്ട്രക്ചർ ആണ്, അതാണ് ബേസൽ ബോഡീസ് എന്നാണ് ഇവർ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതില് സെൻട്രലി 2 എണ്ണം ഉണ്ട്, അതിനെ കണക്ട് ചെയ്ത ഫിലമെന്റ് ഉണ്ട്, അതിന് ചുറ്റും ഷീത്ത് ഉണ്ട്. ഷീത്ത് കഴിഞ്ഞ് 9+2 അറേഞ്ച്മെന്റ് 9 ട്യൂബ്യൂൾസ് അതിന് ഇന്റർ കണക്ട് ചെയ്ത് എന്താ പറയാ സ്പോക്സും ഇതിൽ അറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിങ്കേഴ്സ് വഴി ഇന്റർ കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ സിലിയെ ഫ്ലെജല്ലയുടെയും എന്താ പറയാ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രം ഒന്ന് വൃത്തിക്ക് ഇപ്പൊ നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, സെൻട്രോസോം. സെൻട്രോസോം എന്താ അത് നമുക്ക് ഏറ്റവും ആദ്യം എഴുതാം. സെൻട്രോസോം ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത് വാൻ ബെൻഡൻ ആണ്. സ്ട്രക്ചർ ഗിവൻ ബൈ ടി ബോറി. ഫസ്റ്റ് ഡിസ്കവർഡ് ബൈ വാൻ ബെൻഡൻ and structure was given by T. Boeri. സെൻട്രോസോം എന്താ, ഈ സെൻട്രോസോം ഒരു ഓർഗനാണ്, 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് സെൻട്രിയോസോൾ. 2 സെൻട്രിയോസോൾ പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ സെൻട്രോസോം എന്ന് പറയാം. പിന്നെ ഒരു ഇതിന്റെ അറേഞ്ച്മെന്റ് എന്താ, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് കാർട്ട് വീൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഒരു സെൻട്രിയോൾ ഇങ്ങനെയാണ്, മറ്റേ സെൻട്രിയോൾ ഇങ്ങനെ, ഒരു സെൻട്രിയോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ. അപ്പൊ തന്നെ കാർട്ട് വീൽ അറേഞ്ച്മെന്റ് ആണ്. ഇനി ഇതില് എന്താ 9 ഈവൻലി പ്ലേസ്ഡ് പെരിഫറൽ ഫൈബ്രൽസ് ഓഫ് ട്യൂബുലിൻ കാണാം. അപ്പൊ ഇതിലെന്താ പെരിഫറൽ ഫൈബ്രൽസ് ട്രിപ്ലെറ്റ് ആണ്. നമ്മുടെ ഫ്ലെജല്ലയിൽ എന്താ ഡബ്ലെറ്റ് ആണ്, ഡ്യൂപ്ലെക്സ് സോറി. 9 evenly spaced peripheral fibrils of tubulin. ഇതിലെന്താ ഈച്ച് ഫൈബ്രിൽ എന്താ ട്രിപ്ലെറ്റ് ആണ്. ഇനി സെൻട്രൽ പാർട്ട് എന്താ പ്രോട്ടീനേഷ്യസ് ആണ്, അതിനെയാണ് നമ്മൾ ഹബ് എന്ന് പറയാം. അതിലാണ് ഈ ട്യൂബ്യൂൾസ് എന്താ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാറ്റേൺ എന്താ 9+0 പാറ്റേൺ ആണ്. പക്ഷെ നമ്മളുടെ ഇതിലോ ഫ്ലെജല്ലയിൽ 9+2 അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ സെൻട്രോസോമിൽ എന്താ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലേ, പക്ഷെ ഫ്ലെജല്ലും സിലിയിലും എന്താ ഞാൻ പറഞ്ഞത് പ്ലാസ്മ മെംബ്രെയിനെ കവേർഡ് ആണ്, നോട്ട് കവേർഡ് ബൈ എനി മെംബ്രെയിൻ. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്താ, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ആസ്ട്രൽ റേസ് ഇല്ലേ, സെൽ ഡിവിഷനിൽ പഠിക്കുന്ന ടേംസ് ആണ്. ഇതിനെ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യാണ് ഇവരുടെ ഫങ്ഷൻ.
പിന്നെ ഇവരെന്താ ഈ ബേസൽ ബോഡീസ് പ്രൊവൈഡ് ചെയ്യും, അതെന്ത് ഈ സീലിയം ഫ്ലെജ് ഉണ്ടാക്കാൻ, which give rise to cilia and flagella. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെൻട്രോസോമും സെൻട്രിയോളും. ഇപ്പൊ നമുക്ക് അതിന്റെ NCERT നോക്കാം. ഇപ്പൊ സെൻട്രോസോം എന്താ ഒരു ഓർഗനലാണ്. സെൻട്രോസോം ഇസ് കോംപ്ലക്സ് ടേം ആണ്. രണ്ട് സെൻട്രിയോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സെൻട്രോസോം പറയുന്നത്. ഇതിലെന്താ സെൻട്രോസോം ഒരു എമോർഫസ് സെൻട്രിയോളാർ ആയിട്ട് കവർ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ബോത്ത് സെൻട്രിയോൾസ് എന്താ ഇൻ സെൻട്രോസോം ഇറ്റ് ലൈ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ വിച്ച് ഈച്ച് ഹാസ് എൻ ഓർഗനൈസേഷൻ ലൈക്ക് എന്താ കാർട്ട് വീലാണ്. കാർട്ട് വീൽ ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് അതിൽ വരിക. ഇനി ഇവര് they are made of 9 evenly spaced peripheral fibrils of tubulin protein. അപ്പൊ ഈച്ച് പെരിഫറൽ ഫൈബിൾ എന്താ ട്രിപ്ലെറ്റ് ആണ്. adjacent triplets-ഉം ലിങ്ക്ഡ് ആണ്. ഇതിൽ സെൻട്രൽ പാർട്ട് എന്താ ഇറ്റ് is also known proteinaceous and is called the hub, which is connected with the tubules of peripheral triplets by radial spokes made of protein. റേഡിയൽ സ്പോക്സ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ടാക്കി അത് റൈസ് ചെയ്യും. പിന്നെ ഇത് സെൻട്രിയോൾസ് എന്ന ഫംഗ്ഷൻ ഈ ബേസൽ ബോഡി ഓഫ് സീലിയം ഫ്ലെജെല്ലി ഉണ്ടാക്കും ആൻഡ് സ്പിൻഡിൽ ഫൈബേഴ്സ് ദാറ്റ് ഗിവ് റൈസ് ടു സ്പിൻഡിൽ അപ്പാരറ്റസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ഇൻ ആനിമൽ സെൽസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്താ ന്യൂക്ലിയസ് എന്താന്ന് കണ്ടുപിടിക്കാം. ന്യൂക്ലിയസ് എന്താ, ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ആരാ? റോബർട്ട് ബ്രൗൺ ആണ് 1831. ഇനി ഈ മെറ്റീരിയൽ ഓഫ് ന്യൂക്ലിയസ് എന്താ ഒരു ബേസിക് ഡൈ കൊണ്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. അത് കാരണം ഫ്ലെമിംഗ് എന്ത് ഈ ന്യൂക്ലിയസിന് വേറൊരു പേര് കൊടുത്തു, അതായത് ക്രോമാറ്റിൻ. ഇനി ഇന്റർഫേസ് ന്യൂക്ലിയസ് ഉണ്ട്. ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാണ്ടിരിക്കുന്ന ഫേസിലുള്ള ന്യൂക്ലിയസിനെയാണ് ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്താണ് ഈ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പറ്റിയ സമയമാണ് ഇന്റർഫേസ് ന്യൂക്ലിയസ്. ഇലാബറേറ്റ് ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സ് ഉണ്ട് കോൾഡ് ക്രോമാറ്റിൻ. പിന്നെ ന്യൂക്ലിയർ മാട്രിക്സ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറച്ച് സ്ഫെറിക്കൽ ബോഡീസ് കാണാൻ പറ്റും. ആ സ്ഫെറിക്കൽ ബോഡീസിനെയാണ് നമ്മൾ ന്യൂക്ലിയോലൈ എന്ന് പറയും. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയോലസ് ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്, പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, യൂക്കാരിയോട്സിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഈ രണ്ട് മെംബ്രെയിനിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് പെരി ന്യൂക്ലിയർ സ്പേസ്. അത് ഒരു ബാരിയർ ആക്കും എന്താ ഈ മെറ്റീരിയൽസിന് എന്താ പറയാ കടത്തി വിടാണ്ട് ഒരു ബാരിയർ ആക്കും. ഈ ഔട്ടർ മെംബ്രെയിൻ എന്താ എപ്പോഴും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കണ്ടിന്യൂറ്റിയിലാണ് കാണുക. അപ്പൊ അതിലെന്താവും റൈബോസോംസ് ഉണ്ടാവും. ഇനി ഈ ന്യൂക്ലിയർ മെംബ്രെയിനിൽ 3 പോർസ് ഉണ്ടാവും. നമുക്ക് റൈബോസോംസോ അല്ലെങ്കിൽ പ്രോട്ടീനോ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോർസ് ഉണ്ട്. അതാണ് ന്യൂക്ലിയർ പോർസ്. But nuclear pores are passages through which movement of RNA and protein molecules takes place in both the directions between the nucleus and cytoplasm. നോർമലി എന്താ ഒരു ന്യൂക്ലിയസ് പെർ സെല്ലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ചിലതില് ഒരു ന്യൂക്ലിയസിനേക്കാളും കൂടുതൽ ഉണ്ടാവും. പിന്നെ ചില സെൽസിൽ എന്താ ന്യൂക്ലിയസേ ഉണ്ടാവില്ല. അതായത് നമ്മളുടെ ഹ്യൂമൻ RBCs, ഹ്യൂമൻ ആണെങ്കിൽ മാമൽസിന്റെ RBCസും, പിന്നെ പ്ലാന്റ്സിൽ എന്താ സീഡ് ട്യൂബും. ഈ സീഡ് ട്യൂബ് സെൽസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സിനും അത് കാണില്ല ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ന്യൂക്ലിയർ മാട്രിക്സ് ഓഫ് ന്യൂക്ലിയോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുമ്പോൾ സെല്ലിലുള്ള മാട്രിക്സ് സൈറ്റോപ്ലാസം ആകുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള മാട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോപ്ലാസ്റ്റ്. ന്യൂക്ലിയോപ്ലാസത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ന്യൂക്ലിയോലസും ക്രോമാറ്റിനും. പിന്നെ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, ക്രോമസോം ഉണ്ടാവും. അതിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പൊ ന്യൂക്ലിയർ മാട്രിക്സ് എന്താ കണ്ടെയ്ൻസ് ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിൻ. ന്യൂക്ലിയോലൈ എന്താ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. അതിന് പ്രത്യേകിച്ച് ഫംഗ്ഷനും ഇല്ല. പക്ഷെ ന്യൂക്ലിയോലസിന്റെ കണ്ടന്റ് എപ്പോഴും എന്താ ന്യൂക്ലിയോപ്ലാസ് ആയിട്ട് കണ്ടിന്യൂസ് ആണ്. കാരണം ന്യൂക്ലിയോലസിന് മെംബ്രെയിൻ ഇല്ല. ഇത് ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ മെയിൻലി ആയിട്ട് ആ ഒരു ഫംഗ്ഷൻ ഉള്ളൂ, ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. അപ്പൊ ഈ എത്രയോ കൂടുതൽ ന്യൂക്ലിയോലൈ എത്രയും കൂടുതലുണ്ടോ അത്രയും കൂടുതൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കും.
അത്രയും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും സെല്ല്. ഇനി ഞാൻ പറഞ്ഞ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ ക്രോമസോം ഉണ്ട്. അപ്പൊ ക്രോമസോം എന്ന് പറയുമ്പോൾ ക്രോമസോം എന്ന് പറയുമ്പോൾ ഒരു നടുവിൽ കൈനറ്റോകോർ ഉണ്ട്. കൈനറ്റോകോർ എന്ന് പറയുമ്പോൾ ഈ അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ, ആ പ്രൈമറി കൺസ്ട്രക്ഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയാം. ഈ സെൻട്രോമിയറിന് ചുറ്റും ഇത് ഒരു ക്രോമസോം ഉണ്ട്, പിന്നെ ഇത് വേറെ ക്രോമസോം. ഈ രണ്ട് ക്രോമസോമിനെ ഒരുമിച്ച് ആക്കുന്നതാണ് സെൻട്രോമിയർ. ഓക്കെ, സെൻട്രോമിയറിൽ എന്താ കൈനറ്റോകോർസ് ഉണ്ടാവും. ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചേഴ്സ് ആണ് കൈനറ്റോകോർസ്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു സാധനല്ലേ, ഈ ഒരു ലീഫ് പോലത്തെ, അതിന് ക്രൊമാറ്റിഡ് പറയും. രണ്ട് ക്രൊമാറ്റിഡും കൂടി ചേർന്ന് അതിന് നമ്മൾ എന്ത് പറയും, ക്രോമസോം. ഇനി ബേസ്, പിന്നെ ചില ഇതിൽ സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ടാവും. പ്രൈമറി കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ക്രൊമാറ്റിഡിനെ ഒരുമിച്ച് കൂട്ടുന്നതാണ് പ്രൈമറി കൺസ്ട്രക്ഷൻ. സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അത് ഈ ചില ക്രോമസോം ടിപ്പില് ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് സാറ്റലൈറ്റ് ക്രോമസോംസ് കാണാം. സാറ്റലൈറ്റ് ക്രോമസോംസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർഫേസ് ന്യൂക്ലിയസിലാണ് നമ്മൾ ഈ ന്യൂക്ലിയസ് സ്ട്രക്ചർ പഠിക്കുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചപ്പോൾ കുറച്ച് ഫൈബ്രസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ് നമ്മൾ കണ്ടു. അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞത്. ഇനി ഈ പല ഡിവിഷൻ ഓഫ് സെൽ ഡിവിഷന്റെ പല കേസസിലായിട്ട് നമ്മൾ ഒരു സാധനം കണ്ടു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, അതാണ് ക്രോമസോംസ്. ക്രോമസോംസിൽ എന്താ DNA ഉണ്ട്, പിന്നെ കുറച്ച് ബേസിക് പ്രോട്ടീൻസ് ആയി ഹിസ്റ്റോൺസ് ഉണ്ട്, പിന്നെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, RNA. അപ്പൊ DNA, RNA, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ് കാണുന്നത്. ഒരു സിംഗിൾ ഹ്യൂമൻ സെല്ലിൽ എന്താ 2 മീറ്ററോളം നീളമുള്ള DNA ആണ് ഇങ്ങനെ കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളുടെ 46 ക്രോമസോംസിൽ. അപ്പൊ ആലോചിച്ച് നോക്ക് എത്ര ഫൈൻ കോംപ്ലക്സ് നെറ്റ്വർക്കാണ് നമ്മളുടെ ബോഡിയുടെ ഉള്ളിൽ നിന്ന്. ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഡിഎൻഎയുടെ സ്ട്രക്ചറും ഒക്കെ എങ്ങനെ പ്രോസസ് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 12th ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇനി എല്ലാ ക്രോമസോമിന്റെ നടുവിൽ ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതാണ് സെൻട്രോമിയർ. ആ സെൻട്രോമിയറിൽ എന്താ ഈ ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചേഴ്സും കാണാം, അതായത് കൈനറ്റോകോർ. അപ്പൊ സെൻട്രോമിയറിൽ എന്താ സെൻട്രോമിയറിന്റെ ഫംഗ്ഷൻ എന്താ, രണ്ട് ക്രോമാറ്റിഡ്സിനെ ഇങ്ങനെ ഫേം ആയി ഹോൾഡ് ചെയ്യാണ് സെൻട്രോമിയറിന്റെ ഫംഗ്ഷൻ. ഇനി ഈ സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ക്രോമസോമിനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്നുവെച്ചാൽ ഈ മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുമ്പോൾ ഈ സെൻട്രോമിയർ നടുവിലായിരിക്കും ക്രോമാറ്റിഡ്സിന്റെ, എന്നിട്ട് 2 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യും. കണ്ടോ ഈ ഡയഗ്രത്തില്, അതിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയാം. ഇനി സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത് ഈ നടുവിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് താഴത്തേക്ക് ആവും ക്രോമസോം. അപ്പൊ അത് കാരണം എന്താ, ഒരു ഷോർട്ട് ആമും ലോങ് ആമും ഉണ്ടാവും. അപ്പൊ അതാണ് സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. ഇനി ചിലതെന്താ, ചില ക്രോമസോമിൽ ഈ എൻഡിന്റെ അവിടേക്ക് ആയിരിക്കും നമ്മളുടെ ഇതുണ്ടാവുക സെൻട്രോമിയർ, അതിനെയാണ് നമ്മൾ പറയാ എക്രോസെൻട്രിക് ക്രോമസോം. ഇനി ചിലത് ടിപ്പില്, ക്രോമാറ്റിന്റെ ടിപ്പില് കാണും സെൻട്രോമിയർ, ഇതിൽ മറ്റേതൊന്നും അത്ര വിസിബിൾ അല്ല, മറ്റേ ആംസ്, അതിനെയാണ് നമ്മൾ ടീലോസെൻട്രിക് ക്രോമസോംസ് എന്ന് പറയാം. ഇനി ചില ക്രോമസോംസിന് എന്താ നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് അതിനെയാണ് നമ്മൾ എന്താ പറയാ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ് ഓരോ ക്രോമസോമിനും ഓരോന്നായിരിക്കും. ഇനി മൈക്രോബോഡീസ് എന്ന് പറയുന്നത് എന്താ, മൈക്രോബോഡീസിലാണ് ഈ എൻസൈംസ് ഒക്കെ ഉള്ള മൈന്യൂട്ട് മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് ആണ്, അതിനെയാണ് നമ്മൾ മൈക്രോബോഡീസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിനെ കുറിച്ച് ഞാൻ ഇത്തിരി എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞുതരാം. ന്യൂക്ലിയസ് എന്താ, ന്യൂക്ലിയസ് ആണ് സെല്ലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഓർഗനിലാണ്. കാരണം അത് കാരണമാണ് എല്ലാ ഫങ്ഷൻസ് ഡയറക്റ്റ് കോർഡിനേറ്റഡ് ഒക്കെ ന്യൂക്ലിയസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ന്യൂക്ലിയസ് ഫസ്റ്റ് കണ്ടുപിടിച്ച ആരായിരുന്നു എന്ന് പറഞ്ഞു, റോബർട്ട് ബ്രൗൺ ആന്ന് പറഞ്ഞു. ഇനി ചില ഇതില് ന്യൂക്ലിയസ് ഇല്ലാന്ന് തോന്നുന്നു, ചില സെൽസിൽ, അതായത് എരിത്രോസൈറ്റ്സ് ഓഫ് ചില മെമ്മേലിയൻ RBCs. ടിപ്പിക്കൽ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറിൽ എന്ത് പറഞ്ഞു, ഒരു ന്യൂക്ലിയോലൈ ഉണ്ട്, ന്യൂക്ലിയോ പ്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്. ഈ ന്യൂക്ലിയർ രണ്ട് മെംബ്രെയിന്റെ ഡബിൾ സൈഡഡ് മെംബ്രെയിന്റെ ഇടയിൽ പെരി ന്യൂക്ലിയർ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് അലൗസ് ദ പാസേജ് ഓഫ് ഇൻഓർഗാനിക് അയോൺസ്
അല്ലെങ്കിൽ നമ്മളുടെ റൈബോസോം സബ് യൂണിറ്റ്സോ RNA പ്രോട്ടീനോ ന്യൂക്ലിയർ പോഴ്സ് വഴി അവർ കടത്തിവിടും. പിന്നെ ഷേപ്പ് ഓഫ് ന്യൂക്ലിയസും മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ന്യൂക്ലിയോലസ് എന്താന്ന് പറഞ്ഞു, അതിന് വലിയ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ല. റൈബോസോമൽ RNA സിന്തസിസ് ആണ് അവരുടെ ഫംഗ്ഷൻ. പിന്നെന്താ ന്യൂക്ലിയർ പ്ലാസം പറഞ്ഞു എന്ന് വെച്ചാൽ സെമി ഫ്ലൂയിഡ് ട്രാൻസ്പാരന്റ് കൊളോയിഡൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ന്യൂക്ലിയർ മെമ്പറിന്റെ ഉള്ളിലുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇത് പറയാം എന്ത് ന്യൂക്ലിയർ പ്ലാസം. പിന്നെ ന്യൂക്ലിയർ മാട്രിക്സ് പറഞ്ഞു, ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ത്രെഡ് ലൈക്ക് നെറ്റ്വർക്ക് സ്ട്രക്ചേഴ്സ് കാണാം. അതായത് ഇന്റർഫേസ് സ്റ്റേജിൽ അതിൽ DNA ഉണ്ട്, RNA ഉണ്ട്, കുറച്ച് ബേസിക് പ്രോട്ടീൻസ് ആയി ഹിസ്റ്റോൺസ് ഉണ്ടാവും, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാവും, പിന്നെ RNA ഉണ്ടാവും. ക്രോമാറ്റിന്റെ ഫങ്ഷൻസ് എന്താ അത് നമുക്ക് നോക്കാം. ക്രോമാറ്റിൻ എന്താ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. പിന്നെന്താ ഈ ക്രോമോസോമിന്റെ ഈ സെൽ ഡിവിഷന്റെ സമയത്ത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആക്കും ഈ എന്താ പറയുക ജനറ്റിക് ഇൻഫോർമേഷന് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഇതാണ് ക്രോമാറ്റിന്റെ ഫങ്ഷൻ. പിന്നെ ഞാൻ പല ടൈപ്പ് ക്രോമോസോംസ് പറഞ്ഞു ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയർ നടുവിൽ ഈക്വലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മെറ്റാസെൻട്രിക് ക്രോമോസോം എന്ന് പറയും. പിന്നെ സബ് മെറ്റാസെൻട്രിക് ക്രോമോസോം എന്ന് പറയുമ്പോൾ എൻഡിലായിരിക്കുമ്പോൾ, അങ്ങനെ എക്രോസെൻട്രിക് എന്ന് പറയുമ്പോൾ ക്ലോസ് ടു എൻഡും. പിന്നെ ടെർമിനൽ സെൻട്രോമിയർ ആണെങ്കിൽ എന്ത് പറയും? ടെർമിനൽ സെൻട്രോമിയർ ആണെങ്കിൽ നമ്മൾ ടീലോസെൻട്രിക് ആന്ന് പറയും. പിന്നെ കുറച്ച് മൈക്രോ ബോഡീസ് ഉണ്ട്. ആ മൈക്രോ ബോഡീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് മൈക്രോ ബോഡീസ്. ഫസ്റ്റ് പറയുന്നത് സ്ഫെയറോസോംസ്. സ്ഫെയറോസോംസ് എന്ന് പറയുന്നത് പ്ലാന്റ് സെൽസിലാണ്. അത് ഈ ലിപ്പിഡ് സ്റ്റോറേജും സിന്തസിസിനെ സഹായിക്കുകയാണ്. കാരണം അത് ലിപ്പിഡ് സിന്തസിസ് ആകുമ്പോൾ അത് മെയിൻലി കാണുന്ന എൻഡോസ്പോം പിന്നെ കോട്ട്ലിഡൻസ് ആണ് കാണുക ഓയിൽ സീഡ്സിന്റെ. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് സ്ഫെയറോസോംസ്. അവരെന്തില് കാണുക? ഫൗണ്ട് ഇൻ ഓൾ the plant cells which are involved in the synthesis and storage of lipids, that is endosperm and cotyledon. പിന്നെ ഇതിലെന്താ ഹൈഡ്രോളിറ്റിക് എൻസൈംസും കാണും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പെരോക്സിസോംസ്. പെരോക്സിസോംസ് എന്ന് പറയുന്നത് എന്താ? അതിൽ ഈ എന്താ ഓക്സിഡേസസും കാറ്റലേസസ് ഉള്ള എൻസൈംസ് ആണ്. പ്രൊഡ്യൂസ് എൻസൈംസ് ലൈക്ക് ഓക്സിഡേസസ് ആൻഡ് കാറ്റലേസസ്. ഇത് ഫോട്ടോസിന്തറ്റിക് സെൽസ് ഉള്ള പ്ലാന്റ്സിലാണ്. ഈ ആനിമൽസ് ഈ ലിവർ കിഡ്നി പോലെയുള്ള സ്ട്രക്ചർ സെൽസ് ലിവർ സെൽസിലൊക്കെ കാണാൻ പറ്റും. പിന്നെയുള്ള ഗൈലോക്സിസോംസ്. ഗ്ലയോക്സിസോംസ് എന്ന് പറയുന്നത് എന്താ? അത് ഈ ഫംഗസിലും പ്രോട്ടീനിലൊക്കെ പ്രോട്ടിസ്റ്റയിലൊക്കെ കാണുന്നതാണ്. ജെർമിനേറ്റിംഗ് ഫാറ്റി സീഡ്സിലാണ്. ഗ്ലയോക്സിസോംസ് എന്താ? ഫൗണ്ട് ഇൻ ഫംഗൈ വേർ ഇൻസോല്യൂബിൾ ഫുഡ് റിസർവ്സ് സ്റ്റോർ ചെയ്ത് അതിനെ എന്താ സോല്യൂബിൾ ഷുഗേഴ്സ് ആക്കും. പിന്നെ ഗ്ലയോക്സിസോംസ്. ഓക്കെ, ഇതാണ് ടൈപ്പ് ഓഫ് മൈക്രോ ബോഡീസ്. അപ്പൊ ഞാൻ എന്താ എല്ലാം പറഞ്ഞു. ന്യൂക്ലിയസ് പറഞ്ഞു, ക്രോമോസോം പറഞ്ഞു, പിന്നെ റൈബോസോം പറഞ്ഞു, മൈറ്റോകോൺഡ്രിയ പറഞ്ഞു, യൂകാരിയോട്ടിക് സെല്ലിന്റെ സെൽ മെംബ്രെയിൻ പറഞ്ഞു, പിന്നെ എന്താ പറയാ പ്രോകാരിയോട്സ് പറഞ്ഞു. ഇനി നമുക്ക് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കാരണം ഭയങ്കര വലിയ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. പിന്നെ നമുക്ക് ഇന്ന് ഞാൻ NCERT സൊല്യൂഷൻസും പറയുന്നുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് നീറ്റ് പ്രീവിയസ് ഇയർ MCQസും നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? അപ്പൊ റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെൽ ആണോ? അല്ല. ആരാ സെല്ല് ഡിസ്കവർ ചെയ്ത്? റോബർട്ട് ഹുക്ക് ആണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ഫോർമുലേറ്റഡ് ദ സെൽ തിയറി അല്ലെ? സെൽ തിയറി ഫസ്റ്റ് കണ്ടുപിടിച്ചാറ് ഷ്ലീഡൻ ഷ്വാൻ. ഷ്ലീഡൻ എന്നാണ് പ്ലാന്റ്സിൽ കണ്ടുപിടിച്ചു, ഷ്വാൻ അനിമൽസിൽ.
പിന്നെ അത് കഴിഞ്ഞ് പറയുന്നു വെർച്വോസ് എക്സ്പ്ലെയിൻ ദാറ്റ് സെൽസ് ആർ ഫോം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ശരിയല്ലേ? വെർച്വോ ആണ് പറഞ്ഞ സെൽസിന് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിന് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ സെൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സെൽ തിയറി ഫോർമുലേറ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് എന്താ, യൂണിസെല്ലുലർ ഓർഗാനിസം ക്യാൻ ക്യാരി ഔട്ട് ഇറ്റ്സ് ലൈഫ് ആക്ടിവിറ്റീസ് വിത്തിൻ എ സിംഗിൾ സെൽ. ശരിയല്ലേ? യൂണിസെല്ലുലർ മൾട്ടിസെല്ലുലർ ആയിക്കോട്ടെ, രണ്ടിനും ലൈഫ് ആക്ടിവിറ്റീസ് എന്താ പറയാ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് എന്താ? റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെൽ. ഇനി ന്യൂസ് MCQ ആണത്. ന്യൂ സെൽസ് ജനറേറ്റ് ഫ്രം എന്താ? ആലോചിച്ച് നോക്ക്. ബാക്ടീരിയൽ ഫെർമെന്റേഷൻ ആണോ? അല്ല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞോളൂ, വെർച്വോ പറഞ്ഞ എന്താ? ന്യൂ സെൽസ് ഫോം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ആൻസർ എന്താ? പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നീ മാച്ച് ദ ഫോളോയിങ്. ഇതില് ക്രിസ്റ്റ ഉണ്ട്, സിസ്റ്റേർണി ഉണ്ട്, തൈലക്കോയിഡ്സ് ഉണ്ട്. ക്രിസ്റ്റ എവിടെ കാണുക? പറ. മൈറ്റോകോൺട്രിയയില്. മൈറ്റോകോൺട്രിയയിൽ എന്താ? ഇൻഫോൾഡിങ്സ് ആണത്. ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺട്രിയ, ഇന്നർ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റ എന്ന് പറയാം. പിന്നെ സിസ്റ്റേണി ഞാൻ എവിടെ പറഞ്ഞെന്ന്? ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിൽ ഡിസ്ക് ഷേപ്പ് സാക്സ് ആണ് സിസ്റ്റേണി. തൈലക്കോയിഡ്സ് എവിടെ കാണാം? നമ്മളുടെ പ്ലാസ്റ്റിലായ ക്ലോറോപ്ലാസ്റ്റില് ഈ ഫ്ലാറ്റ് മെംബ്രെയിനസ് സാക്സ് ആണ് തൈലക്കോയിഡ്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? സെൽസ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് ന്യൂക്ലിയസ് ആണോ? അല്ല. ന്യൂക്ലിയസ് ഇല്ലാത്തവരുണ്ട്, അതായത് മെമേലിയൻ RBCs ന്യൂക്ലിയസ് ഇല്ല. പിന്നെ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹാവ് വെൽ ഡിഫൈൻഡ് സെൽ വോൾ ആണോ? അല്ല. പ്ലാന്റ്സിന് ഉണ്ട് വെൽ ഡിഫൈൻഡ് സെൽ വോൾ, പക്ഷെ അനിമൽസിന് സെൽ വോൾ ഇല്ല, സെൽ മെംബ്രെയിൻ ആണ് ഔട്ട് മോസ്റ്റ് ലെയർ. ഇനി പ്രോക്യാരിയോട്സിന് എന്താ? there are no membrane bound organelles ആണോ? അതെ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ശരിയാണ്. പിന്നെ സെൽസ് ആർ ഫോം ഡി നോവോ ഫ്രം എബയോട്ടിക് മെറ്റീരിയൽസ്. സത്യമാണ്. ഈ വെള്ളം അല്ലെങ്കിൽ സോയിൽ, വായു ഇതെന്നൊക്കെയാണ് സെൽസ് ഉണ്ടാവുന്നത്, ഡി നോവോ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള അങ്ങനെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതാണ്. പ്രോക്യാരിയോട്സില് എന്താ? നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, what is mesosome in a prokaryotic cell? Mention the function that it forms. Mesosomes എന്താന്ന് ഞാൻ പറഞ്ഞു, അത് പ്ലാസ്മ മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് ആണ് പറഞ്ഞു. മീസോസോംസ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് ആണ്. അതിന്റെ ഫങ്ഷൻ എന്താ? DNA റെപ്ലിക്കേഷൻ ആവും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. DNA replication and distribution. പിന്നെ വേറെന്താ ഫങ്ഷൻ? എയറോബിക് റെസ്പിറേഷനുള്ള എൻസൈംസും മീസോസോംസ് സെക്രീറ്റ് ചെയ്യും. കണ്ടെയ്ൻസ് എൻസൈംസ് ഫോർ എയറോബിക് റെസ്പിറേഷൻ. പിന്നെന്താ ഫങ്ഷൻ? ഇതാണ് മെയിൻ ഫങ്ഷൻ. സെൽ സൈക്കിൾ, സെൽ ഡിവിഷനും സഹായിക്കും. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ന്യൂട്രൽ സൊല്യൂട്ട്സ് മൂവ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ? Can the polar molecules also move across it in the same way? If not, then how are these transported across? അപ്പൊ എന്താ? ന്യൂട്രൽ സൊല്യൂട്ട്സിന് എന്താ? ചാർജ് ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ എന്താ? അവരെങ്ങനെ മൂവ് ചെയ്യും പ്ലാസ്മ മെംബ്രെയിനില്? വെള്ളം വഴി. എങ്ങനെ? ഓസ്മോസിസ്, ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ച്. പക്ഷെ പോളാർ ആണെങ്കിൽ, ചാർജ് മോളിക്യൂൾസ് ആണെങ്കിൽ അവർക്ക് എന്താ പാസ് ചെയ്യാൻ പറ്റുമോ? പോളാർ, നോൺ പോളാർ മെംബ്രെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പാസ് ചെയ്യില്ല. അപ്പൊ ഈ നോൺ പോളാർ മെംബ്രെയിൻ പാസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താ? ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഡിഫ്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിട്ട് എന്താ ATP യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് ക്രോസ് ചെയ്യാം. ഇത് മറ്റേ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു പാർട്ടിക്കിൾ ക്രോസ് ചെയ്യാന്നുള്ളത്. അടുത്തത്, നെയിം 2 cell organelles that are double membrane bound. What are the characteristics of these 2 organelles? State their functions and draw well-labeled diagrams of both. അപ്പോൾ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഉള്ള 2 ഓർഗനൽസ് ഏതാ?
അതാണ് മെയിൻലി മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഈ രണ്ടിന് പ്രത്യേകത ഉണ്ട്, സെമി ഓട്ടോണമസ് ഓർഗനൽസ് ആണ്. കാരണം അവർക്ക് സ്വന്തമായിട്ടുള്ള DNA ഉണ്ട്. പിന്നെ അവർക്ക് റൈബോസോംസും അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവും. ഇനി മൈറ്റോകോൺട്രിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? മൈറ്റോകോൺട്രിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റോഡ് ഷേപ്പ് സ്ട്രക്ചേഴ്സ് ആണ് സൈറ്റോപ്ലാസത്തിൽ കാണുന്നത്. അവരെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയും. പവർ ഹൗസ് എന്ന് പറയാൻ കാരണം എന്താ? ATP ജനറേഷനുള്ള മെയിൻ സോഴ്സ് ആണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയക്ക് 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടറും ഇന്നറും. ഈ ഇന്നർ മെംബ്രെയിന് എക്സ്റ്റെൻഡ് ആയിട്ടാണ് ക്രിസ്റ്റ ആവുക. പിന്നെ ക്രിസ്റ്റ എന്താ? സർഫസിലെ കൂട്ടും. ഇനി ചില മൈറ്റോകോൺട്രിയയിൽ F0, F1 പാർട്ടിക്കിൾസും കാണാം. ഇനിയാണ് ഓക്സിസോംസ് എന്ന് പറയാം. അവരാണ് ഈ ATP പ്രൊഡക്ഷന് സഹായിക്കുന്നത്. പിന്നെ സിട്രിക് ആസിഡ് സൈക്കിൾ എല്ലാം മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിന് എന്താ? ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനാണ്, സെമി ഓട്ടോണമസ് ആണ്. പിന്നെ അവരുടെ ഉള്ളിൽ എന്താ? പിഗ്മെന്റ് ഉണ്ട്, ക്ലോറോഫിൽ. അത് കാരണം പച്ച കളർ ആയിരിക്കും. അവര് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ. ഈ ഇന്നർ മെംബ്രെയിനിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനെയാണ് സ്ട്രോമ എന്ന് പറയാം. അതിലാണ് ഈ മെറ്റബോളിക് എൻസൈംസും മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീനോമും കാണാം. പിന്നെ ഈ തൈലക്കോയിഡ്സ് ഇങ്ങനെ സാക്ക് പോലെ കോയിൻ അട്ടിവെച്ച പോലെ ഗ്രാനം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഈ ഇതിനെ കണക്ട് ചെയ്ത് സ്ട്രോമ, ഓരോ തൈലക്കോയിഡ് സാക്കിനെ കണക്ട് ചെയ്ത് ഗ്രാനിനെ കണക്ട് ചെയ്ത് സ്ട്രോമ ലാമെല്ലെ കാണും. ഇനി ഫങ്ഷൻസ് എന്താ? ക്ലോറോപ്ലാസ്റ്റ് ഫങ്ഷൻസ് സോളാർ എനർജി ട്രാപ്പ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കലാണ് ഫങ്ഷൻ. പിന്നെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള എൻസൈംസും അവരിൽ കാണും. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ ഓർഗനൽസ് ആയ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽസ്? ഈ പ്രോകാരിയോട്ടിന്റെ മീനിങ് എന്താ? പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. അപ്പൊ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അല്ല. അവർക്ക് എന്താ? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണില്ല. പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഫ്രീ ന്യൂക്ലിയസ്, നേക്കഡ് ന്യൂക്ലിയസ് ആണ് കാണാം. പക്ഷെ യൂക്യാരിയോട്സിലുള്ള പോലെ റൈബോസോംസ് ഇതിലും കാണും. പക്ഷെ ഇവരുടെ റൈബോസോംസ് വ്യത്യാസമുണ്ട്. യൂക്യാരിയോട്സിൽ 80S റൈബോസോംസ് ആണ് കാണുക. പ്രോകാരിയോട്സിന് എന്താ? 70S റൈബോസോംസ് ആണ് കാണുക. ഓക്കെ, അവരുടെ ഇനി മൾട്ടിസെല്ലർ ഓർഗാനിസംസ് ആർ ഡിവിഷൻ ഓഫ് ലേബർ. എക്സ്പ്ലെയിൻ. മൾട്ടിസെല്ലർ ഓർഗാനിസം എന്താ? സെല്ലാണ് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. അപ്പൊ സെല്ല് എന്താ? ഈ ഒരു മാനറിൽ അറേഞ്ച് ചെയ്ത് ടിഷ്യൂസ് ഉണ്ടാക്കും. ടിഷ്യൂസ് എന്ത്? ബ്ലഡ്, ബോണൊക്കെ ഉണ്ടാക്കും. ഇനി ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഓർഗൻ ഉണ്ടാക്കും, ഹാർട്ട്, കിഡ്നി പോലെ. ഈ ഹാർട്ട്, കിഡ്നി കൂടി എല്ലാം ചേർന്ന് ഓരോ സിസ്റ്റങ്ങൾ ഉണ്ടാക്കും. അതായത് ഓർഗൻ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം പോലെ. അങ്ങനെയാണ് ഈ ഇവരെന്ത്? ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ പണി എളുപ്പാക്കി ജീവിക്കാനുള്ള. സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ. അതെ, സെല്ലിന് എന്താ? പല ഓർഗൻ സിസ്റ്റം ചേർന്നതാണ് ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്നത്. ഈ ഓർഗൻ സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയാണ്? പല ഓർഗൻസും കൊണ്ട്. പല ഓർഗൻസ് ഉണ്ടായത് എങ്ങനെയാണ്? പല ടിഷ്യൂ കൊണ്ട്. പല ടിഷ്യൂ എങ്ങനെ ഉണ്ടായത്? പല സെല്ലും കൊണ്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം എന്താ? സെല്ലാണ്. അത് സെല്ലില്ലാണ്ട് എന്താ? ഒന്നും ഉണ്ടാവില്ല, മരണമാണ് പിന്നെ. ഓക്കെ, വാട്ട് ആർ ന്യൂക്ലിയർ പോർസ്? സ്റ്റേറ്റ് ദെയർ ഫങ്ഷൻ. ന്യൂക്ലിയർ പോർസ് എന്താ? ഈ ന്യൂക്ലിയർ എൻവലപ്പിലുള്ള കുറച്ച് ഹോൾസ് ആണ്. അതിന്റെ ഫങ്ഷൻ എന്താ? അവരുടെ ഫങ്ഷൻ ഈ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ആണ്. ഈ മെയിൻലി റൈബോസോംസും പ്രോട്ടീൻസും RNA അതെന്താ? ഈ ഇൻ ആൻഡ് ഔട്ട് ഫ്രം ദ ന്യൂക്ലിയോപ്ലാസം അവര് സൈറ്റോപ്ലാസത്തിലേക്ക് എന്താ പറയാ ട്രാൻസ്പോർട്ട് ചെയ്യും. അതാണ് എന്താ പറയാ ഇത്. ഇനി both lysosomes and vacuoles are endomembrane structures, yet they differ in terms of their function. ശരിയല്ലേ? ലൈസോസോംസും വാക്യൂൾസും സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ ലൈസോസോംസിന്റെ ഫംഗ്ഷൻ എന്താ? അവരിൽ ഈ ഹൈഡ്രോലൈസ് ചെയ്യാനുള്ള ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഫാഗോസൈറ്റിക് ആക്ഷൻ ആയതുകൊണ്ട് അതിനെ നമ്മൾ സൂസൈഡൽ ബാഗ്സ് എന്ന് പറയും. അവര് നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽ കൊല്ലും. ഇത് പ്ലാന്റ്സിനും അനിമൽസിനും രണ്ടിലും കാണും ലൈസോസോംസ്. പിന്നെ വാക്യൂൾ എന്ന് പറയുന്നത് എന്താ? വാക്യൂൾ ഒരു സ്റ്റോറേജ് ആണ്. ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് വാക്യൂൾസ്.
വാക്യൂൾസ് മെയിൻലി നമ്മളുടെ പ്ലാന്റ്സിലാണ് വെൽ ഡിഫൈൻഡ് ലാർജ് വാക്യൂൾസ് കാണും, ആനിമൽസിൽ കാണില്ല. Describe the structure with the help of a well-labeled diagram. ന്യൂക്ലിയസ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നുള്ളൂ, സെൻട്രോസോമും പറഞ്ഞു തന്നു. അത് നിങ്ങളിപ്പോ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് NCERT നോക്കി വായിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി സെൻട്രോമിയർ. വാട്ട് ഇസ് എ സെൻട്രോമിയർ? സെൻട്രോമിയർ നമ്മളുടെ 2 ക്രോമാറ്റിഡിനെ എന്താ അറ്റാച്ച് ചെയ്ത് സഹായിക്കാവുന്ന, വെച്ചാൽ അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറാണ് സെൻട്രോമിയർ. ഈ സെൻട്രോമിയർ എന്താ, സെൻട്രോമിയറിന്റെ പൊസിഷൻ വെച്ച് നമുക്ക് ക്രോമോസോമിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് സെൻട്രോമിയർ മിഡിലിൽ ഈക്വലായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെറ്റാസെൻട്രിക് എന്ന് പറയും. ഇനി മിഡിലിൽ നിന്ന് ഇത്തിരി ഡിവിയേറ്റ് ആണെങ്കിൽ സബ് മെറ്റാസെൻട്രിക്. പിന്നെ കുറച്ച് ടിപ്പ്, ടെർമിനൽ അല്ല എന്നാലും അറ്റത്തേക്ക് എത്തി അതിനെ നമ്മൾ അക്രോസെൻട്രിക് എന്ന് പറയും. ടിപ്പിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ടിപ്പിലുള്ളതിനെ നമ്മൾ പറയും ടീലോസെൻട്രിക്. ഓക്കെ, അപ്പോ ഇത്രയായിരുന്നു നമ്മളുടെ എന്താ പറയുക സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞിരുന്നു, NCERT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ഭയങ്കര വലിയ ചാപ്റ്റർ ആണ്, ഡയഗ്രം നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മേജർ ഫിഗറായ GN രാമചന്ദ്രൻ എന്താ ഈ പ്രോട്ടീൻ സ്ട്രക്ചറിന് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ ആയിരുന്നു ഇൻ ദ ഫീൽഡ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഇയാള് എന്താ കണ്ടുപിടിച്ചത്? മദ്രാസ് സ്കൂൾ ഓഫ് കൺഫർമേഷൻ അനാലിസിസ് ബയോപോളിമേഴ്സ്. അപ്പൊ ഈ GN രാമചന്ദ്രൻ ആണ് മറ്റേ ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജൻ കണ്ടുപിടിച്ച് പബ്ലിഷ് ചെയ്തത്. ഏത് ബുക്കിലാണ്? നേച്ചർ ഇൻ 1954. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഓർത്ത് വെക്കണം, കാരണം NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. രാമചന്ദ്രൻ പ്ലോട്ട് എന്താ? ഇറ്റ് റാങ്ക് എമംഗ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് ഇൻ സ്ട്രക്ചറൽ ബയോളജി. പിന്നെ ഇയാള് കൊച്ചിയിലാണ് ജനിച്ചത്. നമ്മള് കൊച്ചിയില്. സാറിന്റെ അച്ഛൻ എന്തായിരുന്നു? പ്രൊഫസർ ആയിരുന്നു മാത്സില്. പിന്നെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് കേംബ്രിഡ്ജിൽ പഠിച്ചു. അതൊന്നും അധികം ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, കേംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രാമചന്ദ്രൻ ലിനസ് പോളിംഗ് ആയിട്ട് സംസാരിച്ചു, ഡിസ്കസ് ചെയ്ത് എന്താ ഈ ആൽഫ ഹെലിക്സും ബീറ്റ സ്ട്രക്ചേഴ്സും ഓഫ് കൊളാജനെ കുറിച്ച് അവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തിയറി പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ GN രാമചന്ദ്രൻ എന്ന പേരും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞു? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പറഞ്ഞു, പിന്നെ സെൽ തിയറി പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ ഓവർവ്യൂ തന്നു സെൽസിന്റെ. പിന്നെ എന്താ പറയാ, പ്രോക്യാരിയോട്ടിക് സെൽസ് സ്റ്റാർട്ടായി അവരുടെ സ്ട്രക്ചേഴ്സ് പഠിച്ചു. നമ്മൾ സെൽ വാൾ എൻവലപ്പും സെൽ വാൾ മോഡിഫിക്കേഷൻസ് പഠിച്ചു. പിന്നെ റൈബോസോംസ് പഠിച്ചു. പിന്നെ യൂക്യാരിയോട്ടിക് സെൽസിലെത്തി. യൂക്യാരിയോട്ടിക് സെൽസിൽ നമ്മൾ എന്ത് കണ്ടു? പല സെൽ മെംബ്രെയിൻ കണ്ടു. പിന്നെ കണ്ടത് എന്താ? എൻഡോമെംബ്രെയിൻ സിസ്റ്റം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ്, വാക്യൂൾസ്, മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ്സ്, റൈബോസോംസ്, ന്യൂക്ലിയസ്, മൈക്രോബോഡീസ്, പല ടൈപ്പ് മൈക്രോബോഡീസും. പിന്നെ നമ്മൾ എന്താ NCERT എക്സസൈസസും സോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയർ പ്രോട്ടീൻ ഫൈബേഴ്സ്, ക്രോമാറ്റിൻ ഇതെല്ലാം പഠിച്ചു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.